ജീവിതത്തിൽ ആഡംബരത്തിന്റെ അങ്ങേത്തലയിൽ എത്തിയിട്ടും ചില മനുഷ്യർ മനസ്സമാധാനം അനുഭവിക്കാൻ പാടുപെടാറുണ്ട്. ഇത്തരക്കാർ ആത്മീയതയിൽ അഭയം തേടിയ വ്യക്തികളുടെ കഥകൾ ഇടയ്ക്കിടെ പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ലോക പ്രശസ്തനായ ഒരു ടെലിവിഷൻ താരം കോടികളുടെ കിലുക്കമുള്ള റിയാലിറ്റി ഷോ വേണ്ടെന്ന് വെച്ച് ആത്മീയ വഴിയിലേക്ക് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകാൻ ഒരുങ്ങുന്നത് ഈസ്റ്റ് എൻഡ് റേസ് താരവുമായ ബോബി ബ്രേസിയർ ആണ്. ചെറുപ്രായത്തിൽ തന്നെ ലോകപ്രസിദ്ധനായ ബോബി അഭിനയ രംഗത്ത് നിന്ന് പിന്മാറി ഭക്തി പ്രസ്ഥാനത്തിലേക്ക് കടക്കുന്നു. ബോബിയുടെ നീക്കം ആരാധകരെ ഞെട്ടിച്ചിട്ടുണ്ട്. അഭിനയ രംഗത്തു നിന്ന് പിന്മാറി ഇന്ത്യയിലേക്ക് പോകാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഈ നീക്കമെന്ന് സൂചനയുണ്ട്. കുറഞ്ഞത് ഒരു വർഷക്കാലമെങ്കിലും ഇന്ത്യയിൽ ചെലവഴിക്കാനാണ് താരം ലക്ഷ്യമിടുന്നത്. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഇസ്കോൺ, അതായത് ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ കൃഷ്ണ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രസ്ഥാനവുമായി കുറച്ചു കാലമായി തന്നെ ബോബിക്ക് ബന്ധമുണ്ട്. കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ മനസ്സമാധാനം നഷ്ടമായ ബോബി കൃഷ്ണഭക്തനാവുകയായിരുന്നു. കുടുംബാംഗങ്ങളുമായി സ്വരച്ചേർച്ചയിലല്ലാതിരുന്ന സമയത്താണ് കൃഷ്ണമതത്തിലേക്ക് ആകൃഷ്ടനായത്. സഹോദരൻ ഫ്രെഡിയുമായും പിതാവ് ജെഫുമായും തെറ്റിയ ശേഷമാണ് താരം ഈ പ്രസ്ഥാനത്തെ സമീപിച്ചത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ ഈ വർഷം അവസാനം നടക്കുന്ന ഷോബീസ് പരിപാടി ഉപേക്ഷിച്ചു ഇന്ത്യയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ബോബി തന്റെ ഈ നീക്കത്തെക്കുറിച്ച് വളരെ ആവേശഭരിതനും സന്തോഷവാനുമായിരിക്കുന്നു. ഹരേ കൃഷ്ണയോടുള്ള തന്റെ ഭക്തിയെക്കുറിച്ച് അദ്ദേഹം എല്ലാവരോടും സംസാരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം വളരെ നല്ല ചെറുപ്പക്കാരനാണ്, ഹൃദയം ശരിയായ സ്ഥലത്താണ്. എന്നാൽ കരിയറിൽ ഇത്രയധികം ഉയരത്തിൽ നിൽക്കുമ്പോൾ സിനിമ ഉപേക്ഷിച്ചു പോകുന്നത് ചിലർക്ക് അത്ഭുതമായി തോന്നുന്നുണ്ട്. കുറഞ്ഞത് ഒരു വർഷമെങ്കിലും അവിടെ ഉണ്ടാകും. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിനൊപ്പം ഉണ്ടാകും. ഒരുപക്ഷെ തിരികെ വരുമ്പോൾ കരിയർ വീണ്ടും തുടർന്നേക്കാമെന്നാണ് ബോബിയുടെ അടുപ്പക്കാർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞയാഴ്ച ബോബി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഹരേ കൃഷ്ണ മതത്തെക്കുറിച്ചുള്ള സ്നേഹം പ്രകടിപ്പിച്ച് നിരവധി പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു. 2022 ഫ്രെഡി സ്ലേറ്റർ എന്ന കഥാപാത്രത്തിലൂടെയാണ് ബോബി സോപ്പിൽ അരങ്ങേറ്റം കുറിച്ചത്. ഈ പ്രകടനത്തിന് മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള നാഷണൽ ടെലിവിഷൻ അവാർഡ് റൈസിംഗ് സ്റ്റാർ പുരസ്കാരവും അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. ബോബിയുടെ പ്രതിനിധികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ വർഷം അവസാനം അദ്ദേഹം ഈസ്റ്റ് എൻഡ് റേസ് വിടുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്തായാലും മുൻ റിയാലിറ്റി താരമായ ജേഡ് ഗുഡിയുടെയും അവതാരകനായ ജെഫ് ബ്രേസിയറുടെയും മകനാണ് ബോബി. ശ്രീകൃഷ്ണനോടുള്ള ഭക്തിക്ക് ഊന്നൽ നൽകുന്ന ഹൈന്ദവ വിശ്വാസത്തിന്റെ ഒരു ശാഖയാണ് ഇസ്കോൺ. അമേരിക്കയിലും യൂറോപ്പിലും അടക്കം വിവിധ രാജ്യങ്ങളിൽ ഇസ്കോൺ വ്യാപിച്ചു കിടക്കുന്നുണ്ട്.